എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വശം തളർന്നു പോവുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 60% എടുത്തു. ബാക്കി 40% റേഡിയേഷനിലൂടെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷൻ എനിക്ക് എടുത്തു. അതിനുശേഷം MRI ചെയ്ത് നോക്കിയപ്പോഴും ആ ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് എനിക്ക് കീമോയുടെ ടാബ്ലറ്റ്സ് തന്നു. ടാബ്ലറ്റ്സ് ഞാൻ 3 മാസം കഴിച്ചു. 3 മാസം കഴിച്ചതിന് ശേഷം MRI എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോഴും ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പോരാത്തതിന് റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ബൾജസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിലെ പറ്റി അറിയുന്നത്. അമ്മയ്ക്കൊരു പത്രം കിട്ടിയാണ് അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് കാശുരൂപം തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലി തുടങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയപ്പോഴും കാശുരൂപം കൊണ്ടാണ് പോയത്. പിന്നീട് അടുത്ത